ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ബൂമറാങ്. അങ്ങനെ നമ്മുടെ യാത്ര ഊട്ടി പട്ടണത്തിൽ എത്തിയേക്കണാണ്. നമ്മൾ ഇന്നലെ ഈവനിങ് ഊട്ടിയിലെത്തി. എന്നിട്ടൊരു ഹോം സ്റ്റേ ഒക്കെ എടുത്തത്. ഇതാണ് ഹോം സ്റ്റേ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ വരുന്ന എപ്പിസോഡ്സിലൊക്കെ ഇടും. അപ്പോൾ അതൊന്നും മിസ് ഔട്ടായി പോകാണ്ടിരിക്കാനും ഈ ഊട്ടി സീരീസിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് കാണാനും എൻ്റെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. സോ ഇനി അടുത്ത 2 ദിവസം നമ്മൾ ഊട്ടിയിലുണ്ടാവും. ഇതൊരു കംപ്ലീറ്റ് ഊട്ടി ഗൈഡ് വീഡിയോ അല്ല എങ്കിലും ഊട്ടിയിൽ ഞാൻ വന്നിട്ട് എന്തൊക്കെ ചെയ്തു, ഈ 2 ദിവസം എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി എന്നുള്ളത് ഒരു 3-4 എപ്പിസോഡ്സ് ആയിട്ട് നിങ്ങളെ കാണിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഇനി വൈകുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇറ്റ്സ് മീ ബൂമറാങ് ഊട്ടി സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ കുളിക്കാൻ പറ്റിയില്ല. 13 ഡിഗ്രി ഇവിടുത്തെ ടെമ്പറേച്ചർ. വീർച്ചിട്ടുണ്ടല്ലോ, വെള്ളത്തിലൊക്കെ കൈ പോലും തൊടാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ. ഞാൻ ഊട്ടിയിൽ എന്തെങ്കിലും തന്നെയാണെങ്കിൽ ഫസ്റ്റ് കയറാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവത്തിലാണ് നമ്മളിപ്പോൾ ഇന്ന് കയറാൻ പോണത്. ഞാൻ ഓണർക്ക് പറഞ്ഞുതരാം. നമുക്ക് അതിന് മുമ്പ് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഹോസ്റ്റലർ ഊട്ടി ഇങ്ങോട്ടാണ് കയറി പോണത്. അവിടെ നമ്മൾ ഇന്നലെ നൈറ്റ് നിന്നത്. എനിക്ക് ഇന്നലെ ഒരു പണി കിട്ടിയെന്ന് ഒരു ഫുഡ് കഴിക്കാനായിട്ട്, നൈറ്റിലെ ഫുഡ് കഴിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. പക്ഷേ നമ്മുടെ ഇന്നത്തെ സ്റ്റേയിലെടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇറങ്ങി നടന്നു ഒരു 2.5 കിലോമീറ്റർ നടന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. അവിടെ അടിയിലത്തെ ടൗണിൽ കഴിക്കാനെന്ത് മേടിക്കും നമ്മൾ. ചായക്കടി വേണ്ട, ചായക്കടി വേണ്ട. അതിൻ്റെ പാക്കറ്റിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. കടയിൽ കയറി ബട്ടർ ബണ്ണ് ഉണ്ടാകുന്ന ചോദിച്ചു. അപ്പോൾ പാക്കറ്റിൽ നമുക്ക് ഇന്ന് കഴിക്കാമല്ലോ എപ്പോഴാണെന്ന് വെച്ചാൽ. പക്ഷെ അവിടെ ഇല്ല. നമുക്കപ്പോൾ കുറച്ചും കൂടി ഇറങ്ങിയിട്ട് പോകാം. പിന്നൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ ഊട്ടിയിൽ ഈ ബോട്ടിലിൽ വെള്ളമില്ലേ, ആ കുപ്പിവെള്ളം ബാൻഡാണ്. അപ്പോൾ അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. അപ്പോൾ 5 ലിറ്ററിൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ ഇവിടെ. ഇന്നലെ നൈറ്റ് ഞാൻ ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഇപ്പോൾ കണ്ട ഒരു അപാര കാഴ്ച ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നൈസായിരുന്നു കേട്ടോ. അങ്ങനെ ഊട്ടിപ്പട്ടണം, ഇതാണ് ഊട്ടിപ്പട്ടണം. ആ ഹോസ്റ്റലിലെ പുള്ളിക്കാരൻ പറഞ്ഞതാ ഓട്ടോറിക്ഷ അറേഞ്ച് ചെയ്ത് തരാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, കുറച്ച് നടക്കാൻ 2.5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. പക്ഷെ 2.5 കിലോമീറ്റർ ഉണ്ട്. ടൈം 8:40 ആയിട്ടുള്ളൂ. 2 കിലോമീറ്റർ അങ്ങോട്ട് നടക്കാം. കുഴപ്പമില്ല, 10 മിനിറ്റ് ഒരു നടത്തമുണ്ടാവുള്ളൂ. നടന്നു തന്നെ പോകാൻ നമുക്ക് കാഴ്ചകളും കാണാമല്ലോ. ഇപ്പോഴും വണ്ടി കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറിയ കാഴ്ചകളൊക്കെ മിസ് ഔട്ടായി പോകും. എനിക്ക് തോന്നുന്നത് ഊട്ടിയുടെ മാർക്കറ്റാണെന്ന് തോന്നുന്നുണ്ടോ. കണ്ട എറണാകുളം മാർക്കറ്റിലൊക്കെ കിടക്കണ പോലെ ചരക്ക് വണ്ടികളാണ് മൊത്തം. അപ്പോൾ ഇത് മാർക്കറ്റാണ് കണ്ടോ. പഴയ അതിൻ്റെ അകത്ത് ഒരു പഴയ ടൈപ്പ് മുടിവെട്ട് കട. അതേ മാർക്കറ്റിൽ ബോർഡൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ മാർക്കറ്റായിരിക്കും അത്. ആണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ട്രൈറ്റ് അല്ലേ. താങ്ക് യു. എൻ്റെ അടുത്ത് പിന്നെ കുറച്ച് പേര് പറഞ്ഞു വെറൈറ്റി വീഡിയോസൊക്കെ ചെയ്യാൻ. കണ്ട സ്ഥലങ്ങൾ തന്നെ, എല്ലാവരും കാണിച്ച സ്ഥലങ്ങൾ തന്നെ കാണിക്കണം. എന്തിനാണ്? കാരണം എല്ലാവരും കണ്ട സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും കണ്ട സ്ഥലം ഞാൻ കാണണമല്ലോ. നമ്മൾ കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആദ്യം കാണും, എന്നിട്ട് ഹിഡൻ ജെംസ് എക്സ്പ്ലോർ ചെയ്യാൻ പോകും. നിങ്ങൾക്ക് പിന്നെ ഊട്ടിനെ കുറിച്ച് ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. നമ്മുടെ മൂന്നാറൊക്കെ ശരിക്കും ഇടുക്കി മൂന്നാർ ഏരിയയിലെ സീസൺ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ആ ടൈമിലാണ് തണുപ്പ് വരുന്നത്. പക്ഷേ കുട്ടികൾക്ക് വെക്കേഷൻ ടൈം ഏപ്രിൽ മെയ് ആയതുകൊണ്ട് നമ്മളെല്ലാവരും മൂന്നാർ പോണത് ആ ഒരു ടൈമിലായിരിക്കും. പക്ഷേ ഊട്ടിയിൽ നമ്മുടെ ഊട്ടിയിൽ വെക്കേഷൻ ടൈം ഏപ്രിൽ മെയ് ടൈമാണ് ശരിക്കും ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ വരാൻ പറ്റിയ നല്ല ബെസ്റ്റ് സ്ഥലമാണ് ഊട്ടി. യെസ്, വഴി അങ്ങനെ നമ്മൾ ചോദിച്ച് യെസ് നമ്മളെത്തി ഗൈസ്. യെസ്, നീലഗിരി മൗണ്ടൈൻ റെയിൽവേ. ഇവിടെ നിന്ന് എങ്ങനെയാണെന്നാവോ അതേത് ലേറ്റ് ആയോ. ഇവിടുത്തെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടാവും നോക്കാം. ഞാനവിടെ ടിക്കറ്റ് മേടിച്ച് നമുക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട്. അവിടെ ടിക്കറ്റ് ക്യാൻസൽഡ് എന്ന് പറയണത്. ഞാൻ മേക്ക് മൈ ട്രിപ്പ് വഴി ഞാൻ ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് കൗണ്ടർ മേക്ക് മൈ ട്രിപ്പ് വഴി എടുത്തത്. ഞാൻ അറിഞ്ഞില്ല സംഭവം ക്യാൻസൽഡ് ആയത്. അപ്പോൾ ഇനി പോയി 2ാമത് എടുക്കണം. അടിപൊളി തേഞ്ഞല്ലോ നാഥാ. ഇവിടെ എന്തോ ഒച്ചപ്പാടുണ്ട് കേട്ടോ. ഞാനൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ക്യാൻസലായി. എന്താ റീസൺ അറിയാനായിട്ടാ. സോറി.
വെയിറ്റിംഗ് ലിസ്റ്റ് ടി ടി എടുത്ത് വെച്ചപ്പോൾ ക്യാൻസൽ ആയെന്നാ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യേണ്ടി വരും? 3 daysல ரீஃபண்ட் ஆயிடும். இந்த queueல வந்தா பாருங்க 12:15 டைமுக்கு டிக்கெட் கிடைக்குமான்னு. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള സംഭവിച്ചത്. കാരണം എനിക്ക് നോട്ടിഫിക്കേഷൻ ക്യാൻസൽഡ് നോട്ടിഫിക്കേഷൻ വന്നത് 9-ാം തീയതി ഞാൻ ബുക്ക് ചെയ്തത്. 9-ാം തീയതി രാവിലെ വെളുപ്പിന് 5:25 ഈ ക്യാൻസലേഷൻ നോട്ടിഫിക്കേഷൻ വന്നത്. നല്ല തിരക്കുള്ള ടൈമുണ്ടായി. യെസ്, നമ്മളങ്ങനെ സീറ്റ് പിടിച്ച് വെച്ചിട്ട് 22 സീറ്റ് പിടിച്ച് വെച്ചിട്ട് നമുക്ക് കാണാൻ 15 മിനിറ്റ് സ്റ്റേഷനിൽ നിർത്തിയത്. ഈ ഒരു ഭാഗം കണ്ടിട്ടുണ്ടോ? കിലിക്കത്തിൽ തുടക്കം വന്ന ട്രെയിനില്ലേ, ആ ട്രെയിനിൻ്റെ കറക്റ്റ് പോകി അത് തന്നെ സെയിം സാധനം. അയ്യോ, ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇവിടെ നിന്നാണ് ഇറങ്ങുന്നത്. ഇവിടുന്ന് അതെ, ലാലേട്ടൻ ഇവിടെ വേണ്ടത്. ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം കണ്ടിട്ടുണ്ടോ? അപ്പം നമ്മുടെ ഈ ടോയ് ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ഉദഗമണ്ഡലത്തിൽ നിന്നാണ്, അതായത് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. ലൗഡയിൽ കെട്ടി, അരവങ്കാട്, കുണൂർ എന്നീ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കണ്ട് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു യാത്രയുണ്ട്. 19 കിലോമീറ്ററോളം ഇങ്ങനെ കാടും നാടും ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ട് ഒരു രസകരമായിട്ടുള്ള യാത്രയാണിത്. നമ്മളിപ്പോൾ എത്തിയേക്കണത് ലൗഡേൽ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ്. ലൗഡേൽ ഊട്ടിയിലെ ഫേമസ് സ്റ്റേഷനാണ് ഈ ലൗഡേൽ. നമുക്ക് ഒരു സംഭവം പറ്റി. നിങ്ങൾ ട്രെയിനിൽ ഇനി അടുത്ത പ്രാവശ്യം ഈ ടോയ് ട്രെയിനിൽ കയറുമ്പോൾ ഈ ട്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ നോക്കണം. കാരണം കുറച്ച് കാഴ്ചകളും പിന്നെ ഈ സ്റ്റേഷനൊക്കെ വന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഈ ലൗഡേൽ നിന്നൊക്കെ എഴുതണ ബോർഡ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ നോക്കണം, റൈറ്റ് സൈഡിലേക്ക് പോയി. ഒയ്യോ, നേരത്തെ ഇറങ്ങാൻ വേണ്ട. ശരിക്കും ഈ ടോയ് ട്രെയിനിൻ്റെ യഥാർത്ഥ നെയിം നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ എന്നാണ്. പിൽക്കാലത്ത് ഇവിടുത്തെ ഈ പരിസരവാസികളാണ് ഇതിന് ടോയ് ട്രെയിൻ എന്ന് പേര് പിടിക്കാൻ തുടങ്ങിയത്. പേര് പോലെ തന്നെ കാണാനൊരു ടോയും പിന്നെ നല്ലൊരു രസകരമായിട്ടുള്ള ഒരു യാത്രയുണ്ട് ഇത്. ഈ ഒരു സ്റ്റേഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിനിമയിൽ കണ്ടിട്ട് ഓർമ്മയുണ്ടോ? നമ്മുടെ സമ്മറിത് ബെത്ലഹേം ഷൂട്ട് ചെയ്ത റെയിൽവേ സ്റ്റേഷൻ. ഈ ഒരു പൈൻ മരത്തിൻ്റെ ഇടയിൽ കൂടി പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വല്ല പാട്ട് ഏതാണ്? ആ പാട്ടല്ലേ? എനിക്ക് തോന്നുന്നു അത് ഷൂട്ട് ചെയ്തത് ഈ ഒരു സ്ഥലത്ത് വെച്ചാൽ വേണ്ട, കുറേ മരങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ അവർ പോണത്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, നമ്മളൊരു 100 വർഷം പഴക്കമുള്ള ഒരു ട്രെയിനിലല്ല ട്രെയിൻ സർവീസിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബിൽഡ് ചെയ്യണത് 1908-ലാണ്. പിന്നീട് 2005 ആ കാലഘട്ടത്തിലാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തതും കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത്. നമ്മളങ്ങനെ കൂണൂർ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പായ ഇവിടെ സ്റ്റീം എഞ്ചിനുണ്ട്. അതെന്താണ് അവിടെ സ്റ്റീം എഞ്ചിൻ? നമ്മൾ കയറിയത് ഡീസൽ എഞ്ചിനില്ല, സ്റ്റീം എഞ്ചിനാണ്. നമ്മൾ ആക്കേണ്ട സ്റ്റീം എഞ്ചിനില്ലേ, അത് മേട്ടുപ്പാളയത്ത് നിന്ന് കൂണൂർ വരെ, കൂണൂരിൽ നിന്ന് ഊട്ടി വരെ ഡീസൽ എഞ്ചിനിലാണ് പോകുന്നത്.
അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് തന്നെയാണെങ്കിൽ, ഞാൻ ബുക്ക് ചെയ്തത് മേക്ക് മൈ ട്രിപ്പ് വഴിയാണ്. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്ത് വരുമ്പോൾ ഇവിടെ വന്നിട്ട് ക്യാൻസൽ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മുൻകരുതലായിട്ട് നോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ രാവിലെ വെളുപ്പിനെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് ഇവിടെ നിന്ന് കിട്ടും. സോ ഗൈസ്, നമ്മുടെ ഊട്ടി ടോയ് ട്രെയിൻ യാത്ര അടിച്ച് പൊളിച്ചേക്കണയാണ്. സോ ശരിക്കും നല്ല കിഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ബൂമറാങ്. സീ യു നെക്സ്റ്റ് ടൈം.